കൊല്ലം പരവൂർ മുനിസിഫ് കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അസ്വാഭാവിക മരണത്തിൽ രണ്ടുപേർക്ക് സസ്പെൻഷൻ. കൊല്ലം പ്രോസിക്യൂഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ ജലീൽ, പരവൂർ JFM കോടതി അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ശ്യാംകൃഷ്ണ എന്നിവർക്കാണ് APP അനീഷയുടെ ആത്മഹത്യയിൽ സസ്പെൻഷൻ. APP അനീഷയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരായ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ അബ്ദുൾ ജലീൽ, APP ശ്യാംകൃഷ്ണ എന്നിവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയത്. GS ജയലാലിന്റെ സബ്മിഷന് മറുപടി നൽകിക്കൊണ്ട് അനീഷയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതിയുടെ വിശദാംശങ്ങളും ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷനും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. കൊല്ലം പരവൂർ മുനിസിഫ് മജിസ്ട്രേറ്റ് കോടതിയിൽ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന അനീഷ ആത്മഹത്യാ സംഭവത്തിൽ പരവൂർ പോലീസ് സ്റ്റേഷനിൽ IPC 174 വകുപ്പ് പ്രകാരം ക്രൈം നമ്പർ 119/2024 കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. തുടർന്ന് അന്വേഷണം കൊല്ലം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും കൊല്ലം ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഊർജിത അന്വേഷണം നടത്തി വരികയുമാണ്. അനീഷ എഴുതിയതെന്ന് കരുതുന്ന ഡയറിക്കുറിപ്പിലെയും മേപ്പടിയാളുടേതാണെന്ന് പറയുന്ന ശബ്ദരേഖയിലെയും ആരോപണങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയ പരിശോധന നടത്തുന്ന നടപടികൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ വകുപ്പ് തല അന്വേഷണം നടത്തുന്നതിന് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ആരോപണ വിധേയരെ പോലീസ് ഇതുവരെ ചോദ്യം ചെയ്തിട്ട് പോലുമില്ല. തൊഴിലിടത്തിലെ മാനസിക സമ്മർദ്ദമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് വ്യക്തമാക്കുന്ന അനീഷയുടെ ശബ്ദ സന്ദേശങ്ങളും ഡയറി കുറിപ്പുകളും ഇത് ശരിവെക്കുന്ന ബന്ധുക്കളുടെ മൊഴികളും പോലീസിന് ലഭിച്ചിരുന്നു. എന്നാൽ ആത്മഹത്യക്ക് കാരണം ഇതൊക്കെയാണെന്നതിന് ആവശ്യമായ തെളിവ് ലഭിച്ചിട്ടില്ലെന്നാണ് സിറ്റി ക്രൈംബ്രാഞ്ചിന്റെ പക്ഷം. അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് കേസ്. സിറ്റി ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തിട്ടും FIR-ൽ ഇതുവരെയും മാറ്റം വരുത്താത്തതിൽ കുടുംബത്തിനും അതൃപ്തിയുണ്ട്. നീതി ലഭിച്ചില്ലെങ്കിൽ നീതി ലഭിക്കുന്ന മാർഗവും അന്വേഷിച്ചിട്ട് പോകും. നീതി ലഭിച്ചെങ്കിലേ പറ്റും. നീതി ലഭിക്കണം. എനിക്കുണ്ട്. ഞാൻ ദേശത്തെ സേവനിച്ച 28 വർഷം ദേശസേവനം നടത്തിയ പരവൂർ മജിസ്ട്രേറ്റിന്റെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം കൊല്ലം കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. തൊഴിൽ പീഡനത്തെക്കുറിച്ച് അനീഷ മജിസ്ട്രേറ്റിന് അയച്ച മൊബൈൽ സന്ദേശത്തെ സംബന്ധിച്ചറിയുകയാണ് ഉദ്ദേശം. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നിർദ്ദേശാനുസരണം ഹെഡ്ക്വാർട്ടേഴ്സ് DDP-യും അന്വേഷണം നടത്തുന്നുണ്ട്. ജനം, കൊല്ലം.